UPI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. ലൈക്ക് ഇപ്പോൾ ട്രാൻസാക്ഷൻ പെൻഡിങ് ആയി പക്ഷേ അക്കൗണ്ടിൽ നിന്നും ഫണ്ട് പോയി, പിന്നെ ട്രാൻസാക്ഷൻ സക്സസ് ആയി അക്കൗണ്ടിൽ നിന്നും പൈസയും പോയി പക്ഷേ അയച്ച ആൾക്ക് പൈസ കിട്ടിയില്ല, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫെയിലായി പക്ഷേ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി, അതുമല്ലെങ്കിൽ നമ്മൾ UPI വഴി ഫണ്ട് അയക്കുമ്പോൾ അക്കൗണ്ട് തെറ്റി വേറൊരാൾക്ക് പണം പോയി. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോഴെങ്കിലും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് നഷ്ടമായിട്ടുള്ള തുക എങ്ങനെ റിക്കവറി ചെയ്തെടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിമലയാളം.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ. ആദ്യം ഒരു UPI ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആകുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് ആപ്പ്, അതിപ്പോൾ തേർഡ് പാർട്ടി ആപ്പ് ആകാം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ തന്നെ പേയ്മെൻറ്റ് ആപ്പ് ആകാം. അപ്പോൾ ആ ഉപയോഗിക്കുന്ന ആപ്പ്, അതുപോലെ തന്നെ പണം റിസീവ് ചെയ്യുന്ന ആളും ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം, പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, പിന്നെ റിസീവ് ചെയ്യുന്ന വ്യക്തി ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട്, പിന്നെ ഇതിനിടയിൽ NPCI വരുന്നുണ്ട്. അതായത് NPCI ആണ് ഈ ഒരു UPI സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ NPCIയും വരുന്നുണ്ട്. സോ ഇത്രയും ആളുകളാണ് ഒരു UPI ട്രാൻസാക്ഷൻ ബന്ധപ്പെട്ട് ഇൻവോൾവ് ആകുന്നത്. ആദ്യം നമുക്ക് ഒരു UPI ട്രാൻസാക്ഷൻ നടത്തി ആ ഒരു ട്രാൻസാക്ഷൻ ഫെയിലായി പക്ഷേ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പെൻഡിങ് ആയി എന്നിട്ടും അക്കൗണ്ടിൽ നിന്നും ഫണ്ട് പോയി, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സക്സസ് ആയി അക്കൗണ്ടിൽ നിന്നും ഫണ്ട് പോയി, അയച്ച ആൾക്കിട്ട് കിട്ടിയില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നോർമലി ഇത്തരം കേസുകളിൽ ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് റീഫണ്ടായി കിട്ടുകയാണ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ പെൻഡിങ് ആയി അക്കൗണ്ടിൽ നിന്നും പൈസ പോയി, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫെയിലിയർ ആയി എന്നിട്ടും അക്കൗണ്ടിൽ നിന്നും പൈസ പോയി, ഈ സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് തന്നെ അത് റീഫണ്ട് ചെയ്ത് കിട്ടും ഈ ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സിൽ. ഇതിപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ് ആയി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി, അയച്ച ആൾക്കിട്ട് കിട്ടിയില്ല. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടുതൽ ചാൻസും നിങ്ങൾ ആർക്കാണോ അയച്ചത് ആ ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് ആവാനാണ്. ഇനി ആ ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നോർമലി സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഇത്തരം കേസുകളിൽ നമുക്ക് പോയ തുക എന്തായാലും ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ റീഫണ്ട് കിട്ടും. ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ട്രാൻസാക്ഷൻ നിങ്ങൾ ആർക്കാണോ നടത്തിയത് ആ ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. അല്ലാതെ പൈസ നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഇനി ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സ് ആയിട്ടും ഈ രീതിയിൽ ആ ഒരു ഫണ്ട് എവിടെ പോയി എന്നുള്ളൊരു അറിവും ഇല്ലെങ്കിൽ, അതായത് എയറിൽ തന്നെ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത ആ ഒരു പേയ്മെൻറ്റ് ആപ്പ് ഉണ്ടാകുമല്ലോ, തേർഡ് പാർട്ടി ആപ്പ് ആണെങ്കിൽ തേർഡ് പാർട്ടി ആപ്പ്, ഇല്ലെങ്കിൽ ബാങ്കിൻ്റെ ആപ്പ് ആണെങ്കിൽ ബാങ്കിൻ്റെ ആപ്പിൽ നമുക്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു സപ്പോർട്ട് ഓപ്ഷൻ വഴി നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു ആപ്ലിക്കേഷൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു പ്രശ്നം റൈസ് ചെയ്യുക. ഇന്നപോലെ ഫണ്ട് പോയി, അത് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല, ആ ഒരു കാര്യം റൈസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യാനാണ്. നമുക്ക് ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ID വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ ബാങ്കിൽ റേസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ റെസ്പോൺസും ഇല്ല, ഒരു സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ NPCIയെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് NPCIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. വെബ്സൈറ്റിലെ ടോപ്പിലായിട്ട് നമുക്ക് ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് UPI കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമുക്ക് ആദ്യം നേച്ചർ ചോദിക്കും, P2P ആണോ അത് അല്ലെങ്കിൽ P2M ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഏതാണ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്യൂ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കുറേയധികം ഇഷ്യൂസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ തെറ്റായിട്ട് പണം അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസാക്ഷൻ സക്സസ് ആയി, ഫണ്ട് ഡെബിറ്റ് ആയി പക്ഷേ ക്രെഡിറ്റ് ആയില്ല, അങ്ങനെ കുറേയധികം കോമൺ ഇഷ്യൂസ് അവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ എന്താണ് ആ ഒരു ഇഷ്യൂ സെലക്ട് ചെയ്ത് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് NPCIയിൽ ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ NPCIയിലും കംപ്ലയിൻറ്റ് റേസ് ചെയ്ത് നിങ്ങൾക്ക് യാതൊരുവിധ റെസ്പോൺസും കിട്ടുന്നില്ല, ഒരു സൊല്യൂഷൻ ഇല്ല, ഫണ്ട് എവിടെ പോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലും വന്നില്ല, നിങ്ങൾ ആർക്കാണോ അയച്ചത് ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലും വന്നില്ല, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നെക്സ്റ്റ് ഏറ്റവും ഫൈനലായിട്ട് ചെയ്യേണ്ടത് RBIയുടെ ബാങ്കിങ് ഒംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യുക എന്നതാണ്. നമുക്ക് RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഒംബുഡ്സ്മാനിലും ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമലി ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിനുള്ളിൽ തന്നെ നമുക്ക് പോയ പണം ഓൾമോസ്റ്റ് തിരികെ വന്നിട്ടുണ്ടാകും. അടുത്തത് പണം തെറ്റി വേറൊരാൾക്ക് അയച്ചു. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സിറ്റുവേഷൻ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയി, എന്നിട്ട് ആ പണം പോയിട്ട് വേറൊരു അക്കൗണ്ടിൽ
ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ക്രെഡിറ്റ് ആയ ഒരു സിറ്റുവേഷനിൽ അത് നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ അയച്ചപ്പോൾ ഈ ആരുടെ അക്കൗണ്ടിലാണ് ആ ഒരു പണം ക്രെഡിറ്റ് ആയത്, ആ ഒരു വ്യക്തി സമ്മതിച്ചാൽ മാത്രമേ ആ ഒരു അക്കൗണ്ടിൽ നിന്നും പണം തിരികെ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലുമാണ് തെറ്റി അയച്ചതെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് പണം ഇന്നപോലെ തെറ്റി അയച്ചു അത് തിരികെ തരാനായിട്ട് ആവശ്യപ്പെടാം. ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് UPI ട്രാൻസാക്ഷൻ നടത്തിയതെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്യാം. ഇന്നപോലെ പണം ട്രാൻസ്ഫർ ചെയ്തപ്പോൾ തെറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അത് തിരികെ തരാമോ എന്ന് ആവശ്യപ്പെടാം. റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ ദേഷ്യപ്പെടും സംസാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരത് തിരികെ നൽകിയാൽ മാത്രമേ നമുക്കത് തിരികെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവരുടെ സമ്മതം വേണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു റിക്വസ്റ്റ് ചെയ്ത് ഒരു മയത്തിൽ സംസാരിക്കുക, പണം തിരികെ തരാമോ എന്ന് ആവശ്യപ്പെടുക. ഇതൊന്നും നടക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക. ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു UTR നമ്പറൊക്കെ ഉണ്ടാകും. ആ ഒരു UTR നമ്പർ വെച്ച് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിനും ഇത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. ഇപ്പോൾ നിങ്ങളുടെ സെയിം ബാങ്കിൽ തന്നെയാണ് പണം തെറ്റായിട്ട് റിസീവ് ചെയ്ത ആൾക്കും അക്കൗണ്ട് ഉള്ളതെങ്കിൽ ബാങ്ക് ആ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആൾ സമ്മതിച്ചാൽ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ എടുത്ത് കൊണ്ടുതരും. ഇനിയിപ്പോൾ വേറൊരു ബാങ്കിലാണ് പണം തെറ്റായിട്ട് റിസീവ് ചെയ്ത ആൾക്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ആ ഒരു ബാങ്കിനെ കോൺടാക്ട് ചെയ്യും. ആ ഒരു ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്നപോലെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ആ ഒരു ബാങ്ക് അവരുടെ ആ ഒരു കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്ത് കാര്യം പറയും. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി സമ്മതിച്ചാൽ മാത്രമാണ് നമുക്ക് പണം തിരികെ എടുക്കുവാനായിട്ട് സാധിക്കുക. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. നിങ്ങളുടെ ബാങ്ക് ആ പണം തെറ്റായിട്ട് റിസീവ് ചെയ്ത ആൾക്ക് അക്കൗണ്ടുള്ള ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നൽകും. നിങ്ങൾ നേരിട്ട് പോയിട്ട് ആ ഒരു ബ്രാഞ്ചിൻ്റെ മാനേജറുമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കേസിലും പണം തെറ്റായിട്ട് റിസീവ് ചെയ്ത വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയുടെ സമ്മതം വേണം. സമ്മതം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പണം തിരികെ എടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. ആ ഒരു വ്യക്തി സമ്മതിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 7 വർക്കിംഗ് ഡേയ്സ് അതിനുള്ളിൽ തന്നെ നമുക്ക് പണം തിരികെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ NPCIയിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. NPCIയുടെ വെബ്സൈറ്റിൽ പോവുക. ആദ്യം നമ്മൾ കാണിച്ചതുപോലെ തന്നെ നമുക്ക് P2P ആണോ P2M ആണോ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ നമുക്ക് പണം തെറ്റായിട്ട് ഒരു അക്കൗണ്ടിലേക്ക് അയച്ചു എന്നുള്ളൊരു ഇഷ്യൂ കാണുവാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നമുക്ക് NPCIയിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. NPCIയിലും നിങ്ങൾക്ക് യാതൊരുവിധ റെസ്പോൺസും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസമായിട്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫൈനലായിട്ട് ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞതുപോലെ RBIയുടെ ഡിജിറ്റൽ ഓംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ നമുക്ക് RBIയുടെ വെബ്സൈറ്റ് വഴി തന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. പണം തെറ്റിപ്പോയിട്ട് വേറൊരാൾക്ക് അയക്കുന്ന കേസിൽ ആദ്യം പറഞ്ഞതുപോലെ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പണം അയക്കും മുമ്പ് നമ്മൾ അത് തെറ്റായിട്ട് അയക്കാതിരിക്കാൻ നമുക്കൊരു മുൻകരുതൽ എടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പണം അയക്കുവാൻ നേരത്ത് നമുക്ക് ബെനിഫിഷ്യറി നെയിമൊക്കെ UPIയുടെ കേസിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ബെനിഫിഷ്യറി നെയിം ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ആദ്യം ചെറിയൊരു എമൗണ്ട് അയക്കുക. ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ അത് റിസീവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രം ബാക്കി എമൗണ്ട് അയക്കുക. അങ്ങനെയുള്ള മുൻകരുതലുകളൊക്കെ എടുത്തൊരു നമുക്ക് സുരക്ഷിതമായിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യാം. പണം തെറ്റായിട്ട് അയച്ച് അതിൻ്റെ പുറകെ കുറേ നാൾ ഓടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പണം അയക്കും മുമ്പ് ഈ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി